ഇപ്പം ഇലക്ഷൻ നടക്കുകയാണല്ലോ, ആര് വിജയിക്കും കേരളത്തിൽ? കേരളത്തിൽ ഇപ്രാവശ്യം UDF വരാനാണ് സാധ്യത. തുടർഭരണം ഉണ്ടാവില്ലേ? തുടർ ഭരണം 10 കൊല്ലമായില്ലേ, ഇനി ഉണ്ടായിക്കൂടാ. അത് മാറ്റം വേണം. ഒരു വേറെ മുന്നണി വരണം, എന്നാലേ ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കും. അതാ. പയ്യന്നൂരോ? പയ്യന്നൂര് ഇവിടെ നല്ലൊരു മത്സരം നടക്കും. പക്ഷേ ഇവിടെ മൃഗീയ ഭൂരിപക്ഷമുണ്ടല്ലോ ഇടതുപക്ഷത്തിൽ, അയാൾ തന്നെ കടന്നു പോകും. അപ്പോൾ മധുവാട്ടം തന്നെ ജയിക്കും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കുഞ്ഞിഷ്ടാട്ടം നിൽക്കുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കുഞ്ഞിഷ്ടാട്ടം നിൽക്കുന്ന ഒരുപാട് കാര്യമുണ്ട്. 50,000-ത്തിനടുത്ത് ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലേ, അതായത് പകുതിക്ക് താഴെ വരും. അതന്നെ ഭൂരിപക്ഷം കുറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. ആരും ജയിക്കുന്നത് കണ്ടറിന് വേണ്ടി വരും. വെറുതെ പറയാൻ തുടർ ഭരണം ഉണ്ടാവുമോ? അതാ പറയാൻ പറ്റില്ലെന്നും, ഈ ഘട്ടം ഒന്നും പറയാൻ പറ്റില്ല. പയ്യന്നൂരിൽ ആര് ജയിക്കും? പയ്യൻ്റെ ആര് ജയിക്കുന്നത് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ സ്ഥിതിയാണ്. ഇത് LDFൻ്റെ ഒരു കോട്ടയല്ലേ, അപ്പം ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും. മുമ്പേ ഒരു കോട്ടയായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ആവണമെന്നില്ല. അപ്പം അത് മാറ്റങ്ങൾ വരാല. ഇവിടെ ഇപ്പം ഭൂരിപക്ഷം ഇടതുപക്ഷം ജയിക്കൂലൂ. പക്ഷേ LDF ജയിച്ചാലും ഈ LDFൽ പ്രവർത്തിക്കുന്നവരെന്നെ, ഇതിൻ്റെ ഒന്നിച്ച് നടക്കുന്നവരെന്നെ എല്ലാവരും മധുവിന് വോട്ട് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ കാണുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം മിക്കവാറും തൂക്ക് സഭയായിരിക്കും. ഇവിടെ ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല. രണ്ട് മുന്നണിക്ക് ഏകദേശം ഒരു 60-65 അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം ഒന്ന് BJP നല്ല സ്ട്രോങ്ങിൽ മത്സരിക്കുന്നത്. മുമ്പത്തെ മത്സരം ഒരു നിയമം ഒരു മഞ്ചേശ്വരമാണ്. ഒരു തൂക്കം സഭയാണ് സാധ്യത എൻ്റെ അഭിപ്രായത്തിൽ. അതാ സാധ്യത. അപ്പം അന്നേരം തുടർ ഭരണം ഉണ്ടാവില്ല. തുടർ ഭരണം ഉണ്ടാവില്ല. ഈ UDF അധികാരത്തിന് വരില്ലാന്ന് എൻ്റെ ഒരു ഇത് കാണുന്നത്. പയ്യന്നൂർ ആര് ജയിക്കും? പയ്യന്നൂർ TI മുസ്ലിം ജയിക്കാനാണ് സാധ്യത. ചെറിയ വോട്ടിന്, വലിയ വോട്ടിനൊന്നുമില്ല, ചെറിയ വോട്ടിന് ജയിക്കാനാണ് സാധ്യത. നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ, തുടർ ഭരണം ഉണ്ടാകുമോ? തീർച്ചയായും. അതിലെന്താ സംശയം? കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ LDF സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തുടർ ഭരണം ഉണ്ടാകുന്നതിന് ഉറപ്പാണ്. യാതൊരു സംശയമില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് കൂടുതൽ കിട്ടും എന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലോ? കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം 49,000 വോട്ടാണ്. ആ ഭൂരിപക്ഷം മറികടക്കും, അതിന് സംശയമില്ല. ഇപ്പം എതിർ സ്ഥാനാർത്ഥിയായി കുഞ്ഞികൃഷ്ണനെ UDF പിന്തുണക്കുന്നുണ്ടല്ലോ, അത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ? യാതൊരു തരത്തിലും നമ്മളെ LDFനെ ബാധിക്കാനില്ല. യാതൊരു സാധ്യതയുമില്ല. ഉറപ്പായും LDF കഴിഞ്ഞ പ്രാവശ്യം നിലനിർത്തിയ ഭൂരിപക്ഷം അതിന് 10,000 വോട്ടുകൾ കൂടുതൽ കിട്ടും. 40% ജയിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ പയ്യന്നൂരിൽ മധുവാട്ടം ജയിക്കും, തുടർ ഭരണം ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവും.